بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له الحق المبين، وأشهد أن محمدا عبده ورسوله الصادق الأمين، صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، قال الحافظ النووي رحمه الله عن أبي ذر رضي الله عنه أن ناسا من أصحاب رسول الله صلى الله عليه وسلم قالوا: يا رسول الله ذهب أهل الدثور بالأجور. സഹോദരങ്ങളെ, അർബഅ നബവിയിലെ 25ാമത്തെ ഹദീസാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കൂട്ടം സഹാബത്ത് പറയുകയുണ്ടായി: യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദഹബ അഹ്ലുദ് ദുസൂരി ബിൽ ഉജൂർ. ദസർ എന്ന് പറഞ്ഞാൽ സമ്പത്ത്, മാൽ എന്നാണ് അർത്ഥം. അപ്പൊ സമ്പന്നരായ ആളുകൾ, സഹാബത്ത്, ഞങ്ങളുടെ കൂട്ടത്തിലെ സമ്പന്നർ, ദഹബ ബിൽ ഉജൂർ, അവർ പ്രതിഫലം മുഴുവനായി കൊണ്ടുപോയിരിക്കുന്നു. യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂം, അവരും ഞങ്ങളെപ്പോലെ നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്യുന്നുണ്ട്. വയതസദ്ദഖൂന ബിഫുദൂലി അംവാലിഹിം, അതിനു പുറമെ അവര് അവരുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് സദഖയും ചെയ്യുന്നു. അപ്പോൾ നമസ്കാരവും നോമ്പും ഞങ്ങൾ തുല്യരാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിലും നോമ്പിന്റെ കാര്യത്തിലും ഞങ്ങൾ തുല്യരാണ്. പിന്നെ അതിനു പുറമെ അവർ സദഖ ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു: അവലൈസ ഖദ് ജഅല അല്ലാഹു ലക്കും മാ തസദ്ദഖൂൻ, നിങ്ങൾക്കും അല്ലാഹു സദഖക്കുള്ള അവസരം തന്നിട്ടില്ലേ? ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സദഖ വകുല്ലി തക്ബീറത്തിൻ സദഖ വകുല്ലി തഹ്മീദത്തിൻ സദഖ വകുല്ലി തഹ്ലീലത്തിൻ സദഖ വഅംറുൻ ബിമഅറൂഫിൻ സദഖ വനഹ്യുൻ അൻ മുൻകറിൻ സദഖ വഫീ ബുദ്ഇ അഹദികും സദഖ. സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്തൊക്കെയാണ്? തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്; തഹ്മീദ്, അൽഹംദുലില്ലാഹ്; തക്ബീർ, അല്ലാഹു അക്ബർ; തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 4 ദിക്റുകൾ. അപ്പോൾ ഈ 4 ദിക്റുകൾ ചൊല്ലുന്നത് സദഖയാണ്. വഅംറു ബിമഅറൂഫ് വനഹ്യു അൻ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. 6 കാര്യങ്ങളായി. വഫീ ബുദ്ഇ അഹദികും സദഖ, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഇങ്ങനെ 7 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സമ്പന്നർക്ക് മാത്രം സാധിക്കുന്നതല്ല. ഈ പരാതി പറഞ്ഞ സാധുക്കളായ സഹാബത്തിനും ഏതൊരാൾക്കും പറ്റുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു: ഖാലു യാ റസൂലല്ലാഹ്, ഇതില് ദിക്റിനെ കുറിച്ച് പറഞ്ഞത് വ്യക്തമാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് ദിക്ർ എന്ന് പറയുന്നത്. ചില ഹദീസുകളിൽ സദഖയേക്കാളും പുണ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ദിക്റിനെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞതായ ഹദീസിൽ കാണാം: അല അദുല്ലുക്കും അല ഖൈരി അമാലിക്കും വഅസ്കാഹ ഇൻദ മലീകിക്കും, നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, നിങ്ങൾ റബ്ബിനതിൽ ഏറ്റവും ഇഷ്ടമുള്ള അമൽ. വഖൈറുൽ ലക്കും മിൻ അൻ തുൻഫിഖു അസ്സഹബ വൽ വരിഖ്, സ്വർണ്ണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമായത്. വഖൈറുൽ ലക്കും മിൻ അൻ തൽഖു അദുവക്കും ഫതദ്രിബു അനാഖഹും വയദ്രിബു അനാഖക്കും, ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്നതിനേക്കാൾ, ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ അഫ്ളലായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദിക്ർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വ്യക്തമാണ്, ദിക്ർ സദഖയാണ്, അത് പ്രതിഫലമുള്ള കാര്യമാണ് എന്നത്. പക്ഷേ അവസാനം പറഞ്ഞത് ഭാര്യയുമായി ബന്ധപ്പെടുക എന്നുള്ളത്, അത് സഹാബത്തിന് അത്ഭുതമായി തോന്നി. യാ റസൂലല്ലാഹ്, അയഅതി അഹദുനാ ശഹവതഹു വയകൂനു ലഹു ഫിഹാ അജ്ർ, മനുഷ്യൻ, ഞങ്ങളൊരാൾ, അവന്റെ ശഹവത്ത്, അവന് ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നത്, അതിനും പ്രതിഫലമുണ്ടോ? ഖാല അറഅയ്തും ലൗ വദഅഹ ഫി ഹറാമിൻ അകാന അലൈഹി വിസ്ർ, അവൻ ഹറാമായ രീതിയിൽ അവന്റെ ശഹവത്ത് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ അവന് കുറ്റമുണ്ടാകുമോ? ഫകദാലിക ഇദാ വദഅഹ ഫിൽ ഹലാലി കാന ലഹു അജ്ർ, അതുകൊണ്ട് തന്നെ അത് ഹലാലായ രീതിയിൽ അവൻ പൂർത്തീകരിച്ചാൽ അവനതിന് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഇതൊരു ഹദീസാണ്. നമ്മൾ ഓരോ ഹദീസ് വിശദീകരിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ദീനിന്റെ അസ്ലായിട്ടുള്ള ഒരു ഖാഇദയായിട്ടുള്ള, അടിസ്ഥാന തത്വമായിട്ടുള്ള ആശയമായിരിക്കും ഓരോ ഹദീസിനും ഉണ്ടാവുക ഈ കിതാബിൽ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഹദീസ് നബി റഹിമഹുല്ലാഹ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്? ഏതർത്ഥത്തിലാണ് ഈ ഹദീസിന്റെ ആശയം വിശാലമാണെന്ന് നമ്മൾ പറയുന്നത്? ഈ ഹദീസ് പഠിപ്പിക്കുന്ന കാര്യം കസ്റത്തു തുറുഖിൽ ഖൈർ, ഖൈറിന്റെ വഴികൾ ധാരാളമുണ്ട്
എന്നതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതോടുകൂടി ഹദീസിന്റെ ആശയം വിശാലമായി. ഒരാൾക്ക് അള്ളാഹുവിനോട് അടുക്കാൻ, അയാളുടെ സ്ഥാനം ഉയരാൻ, പ്രതിഫലം വർദ്ധിക്കാൻ ഒരു വഴിയല്ല ഉള്ളത്, നമസ്കാരം മാത്രം അല്ലെങ്കിൽ നോമ്പ് മാത്രം അല്ല. നേരെ മറിച്ച് ധാരാളം വഴികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് അള്ളാഹു തആല വ്യത്യസ്തമായ മാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ. അതിൽ തന്നെ വളരെ എളുപ്പമുള്ള മാർഗങ്ങൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര പ്രതികൂലമായ സാഹചര്യത്തിലുള്ള ആൾക്കും സാധിക്കുന്ന മാർഗങ്ങൾ. ദിക്ർ, നാവ് കൊണ്ട് പറയാവുന്ന കാര്യമാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ദിക്ർ എന്ന് പറയുന്നത്. അപ്പോൾ ഖൈറിന്റെ വാതിലുകൾ ധാരാളമുണ്ട് എന്നതാണ് ഈ ഹദീസിന്റെ ആശയം. അതുകൊണ്ടാണ് ഈ ഹദീസ് നബവി റഹിമഹുല്ലാഹ് ഇവിടെ ഉദ്ധരിച്ചത്. ഇനി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില മസലകൾ. ഒന്നാമത്തേത്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ അമലുകളെ, ഖൈറിന്റെ വാതിലുകൾ ധാരാളമുണ്ട് എന്ന് പഠിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർക്ക് അതിൽ പല അഭിപ്രായങ്ങളുണ്ട്. അല്ലെ, സാധാരണഗതിയിൽ സദഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാനധർമ്മം, ഒരാളെ സാമ്പത്തികമായി സഹായിക്കുന്നതിനാണ് സദഖ എന്ന് പറയുക. എന്തുകൊണ്ടാണ് ഈ അമലുകളെ കുറിച്ച് സദഖ എന്ന് പറഞ്ഞത്? ഒന്നാമത്തെ ഖൗല്, ഇത് മിൻബാബിൽ മുശാക്കല. അറബി ബലാഗയില്, സാഹിത്യത്തില് മുശാക്കല എന്ന് പറയും. എന്താ മുശാക്കല എന്ന് പറഞ്ഞാൽ? അതിന്റെ നിർവചനമായിട്ട് പറയുന്നത്, ദിക്റു ശൈഇ ബിലഫ്ളി ഗൈരിഹി ലിവുഖൂഇഹി ഫി സുഹ്ബതിഹി. ഒരു ആശയത്തിന്, ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു ആശയത്തിന് അറബിയിൽ ഒരു പദം ഉണ്ടാവും, പക്ഷെ അത് മാറ്റിയിട്ട് വേറൊരു പദം ഉപയോഗിക്കും. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ രണ്ടാമത്തെ പദം, നമ്മളവിടെ ഉപയോഗിച്ച വാക്ക്, അത് ഈ ആശയത്തിന്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ടാകും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ടുണ്ടാകും. അല്ലെ, രണ്ടാശയങ്ങൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് പറയുമ്പോൾ അതിൽ രണ്ടിനും കൂടി ഒന്നിന്റെ വാക്ക് തന്നെ ഉപയോഗിക്കും. ഉദാഹരണം പറഞ്ഞാൽ വ്യക്തമാകും. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ. ഒരു തിന്മക്കുള്ള പ്രതിഫലം അതുപോലെയുള്ള തിന്മയായിരിക്കും. ഒരാൾ ഉപദ്രവിച്ചാൽ തിരിച്ചതുപോലെ ഉപദ്രവിക്കാമെന്നർത്ഥം. അപ്പൊ ഇവിടെ സയ്യിഅത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഒരാൾ നമ്മെ ഉപദ്രവിക്കുന്നു, അത് സയ്യിഅത്താണ്, തിന്മയാണ്. അങ്ങനെ തിന്മ ചെയ്താൽ അതിനുള്ള പ്രതിഫലം, അതിനുള്ള പരിഹാരം അല്ലെങ്കിൽ അതിനുള്ള പ്രതിക്രിയ സയ്യിഅത്തുൻ മിസ്ലുഹാ, അതുപോലെ തിരിച്ച് തിന്മ ചെയ്യുക. അപ്പോൾ ഒരാൾ ഉപദ്രവിച്ചാൽ അതിന് പ്രതികാരം ചെയ്യുന്നത് തിന്മയാണോ? അത് തിന്മയല്ല. പക്ഷെ അവിടെ തിന്മ എന്ന വാക്ക് ഉപയോഗിച്ചു. കാരണം എന്താ? ആദ്യം ചെയ്ത ആള് ചെയ്തത് തിന്മയാണ്. അപ്പൊ അതിന്റെ കൂടെ പറഞ്ഞതുകൊണ്ട് ഇതിനെയും തിന്മ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ ഫമൻ അഅ്തദ അലൈക്കും ഫഅഅ്തദു അലൈഹി ബിമിസ്ലി മാ അഅ്തദ അലൈക്കും. ആരെങ്കിലും നിങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചാൽ അതുപോലെ തിരിച്ചും അതിക്രമം പ്രവർത്തിക്കുക. ഇപ്പൊ മുസ്ലിമീങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുന്നത് അത് അതിക്രമമാണോ? അല്ല, അത് ന്യായമാണ്. പക്ഷെ ആദ്യം ചെയ്ത അല്ലെങ്കിൽ ആദ്യം പരാമർശിച്ച പ്രവൃത്തി അതിക്രമമാണ്. അതിന്റെ കൂടെ പറഞ്ഞതുകൊണ്ട് ഇതിനെപ്പറ്റിയും എഴുത്തിദാ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രം. ആ അർത്ഥത്തിലാണ് ഇവിടെ ദിക്റിന് സദഖ എന്ന പേര് പറഞ്ഞത് എന്നാണ് ചില ഉലമാക്കൾ പറയുന്നത്. കാരണം സഹാബത്ത് ആദ്യം വന്ന് പറഞ്ഞത് എന്താണ്? സദഖ ചെയ്യാൻ ഞങ്ങൾക്ക് സമ്പത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് സദഖ എന്നുള്ള വാക്ക് അതിനെപ്പറ്റി പറഞ്ഞത്. രണ്ടാമത്തെ അഭിപ്രായം, ഈ പ്രവൃത്തികൾക്ക് സദഖ പോലെ പ്രതിഫലമുണ്ട് എന്നാണ്. സദഖക്ക് പ്രതിഫലമുള്ളതുപോലെ ഈ അമലുകൾക്കും പ്രതിഫലമുണ്ട് എന്ന അർത്ഥവും ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു മസല, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഒരാൾ ദീനിയായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരു ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉപദേശിക്കുമ്പോൾ തെളിവ് പറഞ്ഞു കൊടുക്കൽ മുസ്തഹബാണ്, സുന്നത്താണ്, നിർബന്ധമില്ല. ഒരാലിമ് അല്ലെങ്കിൽ ഒരു ദീൻ പഠിപ്പിക്കുന്ന ഒരാൾ ഒരു മസല പഠിപ്പിക്കുമ്പോൾ അതിന്റെ തെളിവ് പറയൽ നിർബന്ധമല്ല. കാരണം സാധാരണക്കാർക്ക് ഓരോ മസലയുടെയും തെളിവ് മനസ്സിലാക്കൽ നിർബന്ധമല്ല. അവർക്ക് അറിവില്ലാത്ത ആളുകൾക്ക് ഇന്ന വിഷയത്തിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്ന് മനസ്സിലാക്കി അത് പ്രവർത്തിച്ചാൽ മതി. അവർ വിശ്വസിക്കുന്ന ഇൽമുള്ള ആളുകളോട് ചോദിച്ച്, അല്ല ഇന്ന പ്രവൃത്തി ഹറാമാണോ ഹലാലാണോ അത് മനസ്സിലാക്കി അതിന്റെ ഉത്തരം കേട്ട് അത് പ്രവർത്തിച്ചാൽ മതി. അതിന്റെ തെളിവ് എന്താണ്, ആയത്ത് എന്താണ്, ഹദീസ് എന്താണെന്ന് മനസ്സിലാക്കാൻ നിർബന്ധമല്ല. എന്നാൽ മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതുകൊണ്ട് അങ്ങനെ വിശദീകരിച്ചു കൊടുക്കൽ മുസ്തഹബാണ്. അത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. എവിടെയാണ് അത് പറയുന്നത്? ഈ ഹദീസിൽ എവിടെയാണ് അതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭാര്യയുമായി ബന്ധപ്പെടുന്നതിനെ കുറിച്ച് സഹാബത്ത് ചോദിച്ചു. അതെങ്ങനെയാണ് പ്രതിഫലം കിട്ടുന്നത്? അത് മനുഷ്യന്റെ ശഹവത്തല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ തെളിവ് വിശദീകരിക്കുക എന്നുള്ളത് മുസ്തഹബാണ്
എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു ആലിമിനോട് തെളിവ് ചോദിക്കുന്നത് അദബുകേടല്ല. ചില ആളുകളോട് അവരെന്തെങ്കിലും ഒരു മസല വിശദീകരിച്ചാൽ അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ അവർക്ക് ദേഷ്യം വരും. അങ്ങനെ ദേഷ്യം പിടിക്കാൻ ന്യായമില്ല എന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തെളിവ് ചോദിച്ചപ്പോൾ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന വലിയൊരു ഫായിദ, സഹാബത്തിന്റെ സ്വഭാവം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായിരുന്നു അവരുടെ സ്വഭാവം? അവർ നന്മയിൽ മത്സരിക്കുമായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവൻ ഞാനായിരിക്കണം എന്നാണ്. മുനാഫസത്ത്, നന്മയുടെ കാര്യത്തിൽ മത്സരിക്കുക എന്നുള്ളത് സഹാബത്തിന്റെ സ്വഭാവമായിരുന്നു. നമുക്കറിയാം, അറിയപ്പെട്ട കഥ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഉണ്ടായ മത്സരം. ഓരോ സന്ദർഭത്തിലും അവർ പരസ്പരം മത്സരിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു സദഖ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു, യുദ്ധത്തിനോ മറ്റോ വേണ്ടി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും. അങ്ങനെ അദ്ദേഹം സ്വന്തം സ്വത്തിന്റെ പകുതി സദഖ ചെയ്യാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് കൊടുത്തപ്പോൾ, അത് പ്രഖ്യാപിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ സ്വത്ത് മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ വലിയ കച്ചവടക്കാരനാണ്, വലിയ സംഖ്യ ഉണ്ടാകും. അത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം സദഖ ചെയ്തു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇനി എനിക്ക് താങ്കളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതിനി പ്രതീക്ഷയില്ല എന്ന് പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെ അവർ മത്സരിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് അവർ മത്സരിച്ചിരുന്നത്? ഇത് അള്ളാഹു കൽപ്പിച്ചതാണ്. സഹാബത്തിന്റെ പ്രത്യേകത ഏതാണ്? ഖുർആൻ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അവർ പ്രവർത്തിക്കും. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു തആല അവസാനിപ്പിച്ചതാണ്. ഇതിനു വേണ്ടി മത്സരിക്കട്ടെ. മത്സരിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. അതുപോലെ ധാരാളം ആയത്തുകൾ, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വസ്തബിഖുൽ ഖൈറാത്ത്. അപ്പോൾ നന്മയിൽ മത്സരിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സഹാബത്ത് മത്സരിച്ചു. ഇവിടെ മിസ്കിന്മാരായ സഹാബത്തിന് അങ്ങനെ മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. സദഖയുടെ കാര്യത്തിൽ അവർക്ക് സമ്പന്നരോട്, പണക്കാരോട് മത്സരിക്കാൻ സാധിക്കില്ല. അവർ പരാതി പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്. നന്മയിൽ മത്സരിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അപ്പോൾ മുനാഫസത്ത്, അല്ലെ, ദീനിയായ കാര്യത്തിൽ ഒരാൾ നമ്മേക്കാൾ മുകളിലാണെന്ന് കണ്ടാൽ അവനെ തോൽപ്പിക്കാൻ ശ്രമിക്കുക, അത് നല്ലൊരു കാര്യമാണ്, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇബ്നു തൈമിയ്യ ഒരു വളരെ സൂക്ഷ്മമായ ഒരു മസല പരാമർശിച്ചിട്ടുണ്ട്. അതെന്താണ്? ഇങ്ങനെ നന്മയിൽ മത്സരിക്കുന്നതാണോ കൂടുതൽ ഉത്തമം, അതല്ല മത്സരിക്കാതെ നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ ഉത്തമമായിട്ടുള്ളത്? എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം? ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കഥ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പകുതി സ്വത്തുമായിട്ട് വരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആരും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അദ്ദേഹം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. സ്വത്ത് മുഴുവൻ കൊണ്ടുവന്ന് സദഖ ചെയ്തു എന്ന് മാത്രം. ഇതിലേതാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്, അഫ്ളലായിട്ടുള്ളത്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ പ്രവൃത്തിയാണ്. ഇപ്പൊ മത്സരം ഒന്നും മനസ്സിൽ വിചാരിക്കാതെ പരമാവധി നന്മ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായത്. രണ്ടും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, രണ്ടും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ച് ഒരു മത്സര ബുദ്ധി പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. നമ്മളിതിൽ ഈ രണ്ട് സ്ഥാനത്തും എത്താത്തത് കൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. ആദ്യം നമ്മൾ നന്മയിൽ മത്സരിക്കാൻ ശ്രമിക്കുക, അതിന്റെ മുകളിലാണ് അങ്ങനെ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാതെ നന്മ ചെയ്യുക എന്നുള്ളത്. ഇത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മജ്മൂ ഫത്താവയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക? ഈ ദീനിന്റെ കാര്യത്തിൽ മത്സരബുദ്ധി വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അധികം ആളുകളുടെയും അവസ്ഥ എന്തായിരിക്കും? ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒരു നന്മ കേട്ടാൽ, ദീനിയായ ഒരു നന്മ കേട്ടാൽ, അവൻ നല്ല അഖ്ലാഖുള്ള ആളാണ്, അല്ലെങ്കിൽ നല്ല സദഖ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കുന്ന ആളാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു നല്ലത് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവനെ പുകഴ്ത്തും, അതെല്ലാവരോടും പറയും, അഭിനന്ദിക്കും, അവനോട് അതിന്റെ പേരിൽ ഇഷ്ടമുണ്ടാകും. പക്ഷേ അവനോട് മത്സരിക്കാം എന്നൊരു ചിന്ത പോലും നമ്മൾ മനസ്സിൽ വരില്ല. ദുന്യവിയായ ഒരു കാര്യത്തിലാണെങ്കിൽ ഒരു ഖൈർ നമ്മൾ കേൾക്കുന്നത്, അവന് ഇന്ന കച്ചവടം ചെയ്തു, അല്ലെങ്കിൽ അവന്റെ കച്ചവടത്തിൽ അവൻ ഇന്ന രീതിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവന്റെ മകനെ ഇന്ന സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട് എന്ന് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അവനെ പുകഴ്ത്തുന്നതിന് മുമ്പ് അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവനെ പുകഴ്ത്തുള്ളൂ. അതേ കാര്യം നമ്മൾ ആദ്യം ചെയ്യും, എന്നിട്ട് ചിലപ്പോൾ പുകഴ്ത്തും, ചിലപ്പോൾ പുകഴ്ത്തില്ല എന്നും വരാം. കാരണം നമുക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ യഖീനാണ്, ദുനിയാവിന്റെ ഫലം ഇവിടെ കിട്ടും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളത് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ പാലിക്കും, അത് പകർത്തും. ദീനിന്റെ കാര്യത്തിലോ നമ്മളത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്ന് മാത്രം. അമൽ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പിന്നിലായിരിക്കും. പക്ഷെ നേരെ തിരിച്ചാണ് നമ്മൾ ആവേണ്ടത്. ദീനിന്റെ കാര്യത്തിലാണ് മത്സരബുദ്ധി നമുക്കുണ്ടാവേണ്ടത്. സഹാബത്തിന്റെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും.
അല്ലെ, ഒരു സഹാബിയെ കുറിച്ച് ഇദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് വിശ്വാസം പറഞ്ഞപ്പോൾ മറ്റൊരു സഹാബി എന്താണ് ചെയ്തത്? ഇത് കേട്ട സഹാബി ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇയാളുടെ മഹത്വം പറയല്ല ചെയ്തത്, നേരെ മറിച്ച് അയാളുടെ വീട്ടിൽ പോയി താമസിച്ചു. ഒരു തന്ത്രം പ്രയോഗിച്ചിട്ട് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ കൂടെ താമസിച്ചു. എന്താണ് അയാൾ അമല് ചെയ്യുന്നത്, രാത്രി നമസ്കാരം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി. അങ്ങനെ 2 ദിവസം നിന്നിട്ടും അദ്ദേഹം പ്രത്യേകിച്ച് കൂടുതലായൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആയപ്പോൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരാളോടും എൻ്റെ മനസ്സിൽ ഒരു പകയില്ല, വിദ്വേഷമില്ല എന്ന് പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ സഹാബത്തിന്റെ ജീവിതത്തിൽ, അതുപോലെ തന്നെ അമ്പിയാക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സഹാബത്തിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അല്ലെ, ഒരാളെ കുറിച്ച് ഒരു ഖൈർ കേട്ടാൽ അത് സ്വന്തമാക്കാൻ പരിശ്രമിക്കും. മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തെക്കാൾ ഇൽമുള്ള ഒരാളുണ്ട് എന്ന് കേട്ടപ്പോൾ ഖദർ അലൈഹി സ്വലാം, അദ്ദേഹത്തിന് മൂസാ നബിക്ക് ഇല്ലാത്ത ചില കാര്യങ്ങൾ, പൂർണ്ണമായി മൂസാ നബിയെക്കാളും അഫ്ദലാണെന്നല്ല, മൂസാ നബിക്ക് ഇല്ലാത്ത ഇൽമ് ഖദർ അലൈഹി സ്വലാമിന്റെ അടുത്തുണ്ട് എന്ന് കേട്ടപ്പോൾ ദീർഘമായി യാത്ര ചെയ്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി പഠിച്ചു. അതുപോലെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം, ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ആദ്യം അഗ്നി ആരാധകനായിരുന്നു, മജൂസിയായിരുന്നു. പിന്നീട് അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങി എന്താണ് ശരിയായ ദീൻ, തന്റെ ഈ അഗ്നി ആരാധനയല്ല ശരിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ഈ ലോകത്ത് ഏറ്റവും നല്ല ദീൻ ഏതാണെന്ന് അന്വേഷിച്ചു. അങ്ങനെ യഹൂദികളെ കുറിച്ച് കേട്ടു. അങ്ങനെ അദ്ദേഹം യഹൂദിയായി. എന്നിട്ട് ലോകത്ത് ഏറ്റവും നല്ല യഹൂദി ആരാണെന്നാണ് അന്വേഷിക്കുന്നത് അടുത്തതായി. അങ്ങനെ യഹൂദികളുടെ അന്നത്തെ ഏറ്റവും വലിയ പോപ്പിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹത്തിന്റെ ഹാദിമായിട്ട് ജീവിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ താങ്കളുടെ കൂടെ താമസിച്ച് താങ്കളുടെ ഇബാദത്ത് എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അദ്ദേഹം പിന്നീട് ഈ യഹൂദികളുടെ ദീൻ അത് മൻസൂഹാണ്, അത് ദുർബലപ്പെടുത്തിയതാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത് സൽമാൻ ഫാരിസിയെ കുറിച്ച്, ഈ സ്വഭാവം മനസ്സിലാക്കിയപ്പോൾ, അദ്ദേഹത്തിന്റെ കഥ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗകാനൽ ഈമാനു ഇൻദ സുരയ്യ ലനാലഹു റിജാലുൻ മിൻ ഹൗല. ഈമാൻ ഒരു നക്ഷത്രത്തിന്റെ അടുത്താണെങ്കിലും ഇവര് അവിടെ പോയി അത് കൊണ്ടുവരും എന്ന് സൽമാൻ ഫാരിസിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ നന്മയുടെ കാര്യത്തിൽ മത്സരിക്കുക, ഇബാദത്തിന്റെ കാര്യത്തിലും ദീനിന്റെ കാര്യത്തിലും മത്സരിക്കുന്ന സ്വഭാവം അത് സഹാബത്തിനുണ്ടായിരുന്നു എന്ന് ഈ ഹദീസിനെ മനസ്സിലാക്കാം. അടുത്തൊരു മസാല ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ളത്, അൽ ഗനിയു അഷാക്കിർ, നന്ദിയുള്ള ഒരു സമ്പന്നനാണോ അതോ അൽ ഫഖീറു അസ്സാബിർ, ക്ഷമയുള്ള തന്റെ ദാരിദ്ര്യത്തിൽ ക്ഷമിക്കുന്ന ഒരു ദരിദ്രനാണോ അഫ്ദൽ, ഇതിൽ ആരാണ് കൂടുതൽ മഹത്വമുള്ളത് എന്നൊരു മസാല പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് കാണാം. ഈ വിഷയത്തിൽ 3 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, അൽ ഗനിയു ഷാക്കിർ, സമ്പന്നനാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. നന്ദിയുള്ള, തനിക്കുള്ള സമ്പത്ത് അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ ചെലവഴിക്കുന്ന സമ്പന്നൻ, അതാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ. ശുക്ർ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് നന്ദി എന്ന് പറയുന്നതിനാണ് നമ്മൾ സാധാരണ ശുക്ർ എന്ന് പറയാം. അല്ല, ശുക്ർ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ആ അനുഗ്രഹം ചെയ്തവനെ അംഗീകരിക്കുകയും നാവ് കൊണ്ടത് പറയുകയും ആ അനുഗ്രഹം അത് തന്നവന് ഇഷ്ടമുള്ള രൂപത്തിൽ ചെലവഴിക്കുകയും ചെയ്യും. ഇത് 3 കൂടിയാണ് ശുക്ർ എന്ന് പറയുന്നത്. വഅമലു ആല ദാവൂദ ശുക്ര, ദാവൂദിന്റെ കുടുംബമേ നിങ്ങൾ നന്ദി പ്രവർത്തിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ ഈ നന്ദിയുള്ള സമ്പന്നൻ ആണ് അഫ്ദൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുള്ള, അതുപോലെ വേറെയും ധാരാളം പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം അതല്ല, ഫഖീറാണ് അഫ്ദൽ എന്ന് പറഞ്ഞവരുണ്ട്. ഇമാം അഹ്മദിന് ഈ അഭിപ്രായമുണ്ട്. ഇമാം അഹ്മദിന് 2 അഭിപ്രായമുണ്ട് ഈ വിഷയത്തിൽ. അതുപോലെ തന്നെ ഷാഫി മദ്ഹബിലെ കുറെ പണ്ഡിതന്മാർ ഈ അഭിപ്രായക്കാരാണ്. മൂന്നാമത്തെ അഭിപ്രായം, ഇവർക്ക് 2 പേർക്കും പ്രത്യേകിച്ച് ഫദ്ലൊന്നുമില്ല. ഇതിൽ ആരാണോ കൂടുതൽ തഖ്വയുള്ളത് അവനാണ് അഫ്ദൽ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും ഇബ്നുൽ ഖയ്യിമും റഹിമഹുല്ലാഹ്, അവർ 2 പേരും അഭിപ്രായക്കാരാണ്. അത് സമ്പന്നനായി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഫദ്ലൊന്നുമില്ല, ദരിദ്രനായി എന്നതുകൊണ്ടും പ്രത്യേകിച്ച് ഫദ്ലൊന്നുമില്ല. ആരാണോ കൂടുതൽ അള്ളാഹുവിനോട് അടുത്തത് തഖ്വയുള്ളത് അവനാണ് അഫ്ദൽ. ഇതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? കാരണം യഥാർത്ഥത്തിൽ സമ്പന്നനാണ് അഫ്ദൽ എന്ന് പറയുന്ന ആളുകൾ അത് പറയാൻ പിടിച്ച തെളിവുകളൊക്കെ നോക്കിയാൽ ആ തെളിവുകളൊക്കെ എന്താണ്? നന്ദിയെക്കുറിച്ച് പറയുന്ന ആയത്തുകളും ഹദീസുകളായിരിക്കും. ദരിദ്രനാണ് അഫ്ദൽ എന്ന് പറയുന്നവർ തെളിവാക്കിയിട്ടുള്ളതൊക്കെ ക്ഷമയെക്കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളായിരിക്കും. പക്ഷെ ഒരു നിലക്ക് ആലോചിച്ചാൽ സമ്പന്നന് മാത്രമാണോ നന്ദി വേണ്ടത്? ദരിദ്രന് നന്ദി കാണിക്കേണ്ടതുണ്ട്. ദരിദ്രന് നന്ദികേട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവന് ദാരിദ്ര്യവും പ്രയാസവും ഉള്ളത് കൊണ്ട് ഉള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദിയില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പൊ ദരിദ്രനും ക്ഷമയും ആവശ്യമാണ്, നന്ദിയും ആവശ്യമാണ്, സബറും ശുക്റും ആവശ്യമാണ്. അതുപോലെ തന്നെ സമ്പന്നനായ ആൾക്ക് നന്ദി മാത്രം മതിയോ? സബർ വേണം. കാരണം സബർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്,
ഹറാമുകൾ ചെയ്യാതിരിക്കുന്നതിന് സബർ വേണം. അതുപോലെ തന്നെ അള്ളാഹു കൽപ്പിച്ച വാജിബാത്തുകൾ ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തരുത്. അതിന് മടി വരുമ്പോൾ ആ മടി മറികടന്ന് നന്മ ചെയ്യുക, അതിന് സബർ വേണം. അതിനും സബർ എന്ന് പറയും. അപ്പൊ സമ്പന്നന് ശുക്ർ മാത്രം പോരാ, സബറും വേണം. അപ്പൊ ഇവർ രണ്ടുപേരും സ്വന്തം നിലക്ക് അഫ്ളലാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അതാണ് ഇബ്നു തൈമിയ്യയും ഇബ്നുൽ ഖയ്യിമും പറഞ്ഞിട്ടുള്ളത് റഹിമഹുല്ലാഹ്. ഇനി അടുത്ത മസല, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഫായദയാണ് ഖിയാസിനുള്ള തെളിവാണ് ഈ ഹദീസ്. എന്താണ് ഖിയാസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഇസ്ലാമിൽ പ്രമാണങ്ങളാണ് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ. ഖിയാസ് ഒരു തെളിവാണ് എന്നതിന് ഹദീസ് തെളിവാണ്. ചില ആളുകൾ ഖിയാസ് തെളിവല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവര് അതിന് തെളിവാക്കുന്നത് എന്താണ്? ഖിയാസിനെ നിഷേധിക്കാൻ വേണ്ടി അവർ പറയുന്നത് എന്താണ്? അല്ലാഹു തആല പറഞ്ഞത് ഫഇൻ തനാസഅതും ഫി ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക എന്നാണ് പറഞ്ഞത്. ഒരു മസലയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഖുർആനും സുന്നത്തുമാണ് തെളിവ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞത്. ഖിയാസിനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ എങ്ങനെയാണ് അതിന് മറുപടി പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖിയാസാക്കാൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക എന്ന് പറഞ്ഞപ്പോൾ റസൂൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇസ്ലാമിൽ ഖിയാസ് ഉണ്ട് എന്ന് ഈ ഹദീസിലൂടെ. അതുപോലെ വേറെയും തെളിവുകളുണ്ട്. ഖുർആനിലും ഹദീസിലും ഖിയാസിന് തെളിവുകളുണ്ട്. എങ്ങനെയാണ് ഈ ഹദീസ് ഖിയാസിന് തെളിവാകുന്നത്? ജിമാഇന്റെ കാര്യം, ഭാര്യയുമായി ബന്ധപ്പെടുന്ന കാര്യം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് അതിന് പ്രതിഫലം ഉണ്ടാവുക? അയഅതി അഹദുന ശഹവതഹു, ഞങ്ങളുടെ ശഹവത്ത്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുകയാണ്. ഫയകൂൻ ലഹു ഫിഹാ അജ്ർ, അതിന് പ്രതിഫലമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അറഅയ്തും ലൗ വദഅഹ ഫി ഹറാമിൻ അകാന അലൈഹി വിസ്ർ, അവനത് ഹറാമായ നിലയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ, വ്യഭിചാരം ചെയ്തിരുന്നെങ്കിൽ ശിക്ഷ ഉണ്ടാകുമോ? ശിക്ഷ ഉണ്ടാകും. അപ്പൊ അത് ഹലാലായ നിലയ്ക്ക് ചെയ്താൽ പ്രതിഫലം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഈ പറയുന്നതിന് ഖിയാസുൽ അക്സ് എന്ന് പറയും, വിപരീതമായിട്ടുള്ള ഖിയാസ്. എന്താണ് ഖിയാസുൽ അക്സ് എന്ന് പറഞ്ഞാൽ? അതിനു മുമ്പ് ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിയാസ് എന്ന് പറഞ്ഞാൽ രണ്ട് മസലകൾ നമ്മുടെ മുമ്പിലുണ്ടാകും. ഒന്നിനെ നമ്മൾ അസ്ല് എന്ന് പറയും, ഒന്നിന് ഫർഅ് എന്ന് പറയും. ഇതിന്റെ രണ്ടിന്റെയും വിധി, ഹുക്മ് എന്താണെന്ന് നോക്കും. ഉദാഹരണത്തിന് വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ മാതാപിതാക്കളോട് ഛേ പറയുക, അതാണ് അസ്ല്, ഒന്നാമത്തെ മസല. മാതാപിതാക്കളെ അടിക്കുക, രണ്ടാമത്തെ മസല. മാതാപിതാക്കളെ അടിക്കരുത് എന്ന് ഖുർആനിലോ ഹദീസിലോ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം വന്നു, മാതാപിതാക്കളെ അടിക്കുന്നതിന്റെ ഹുക്ം എന്താണ്? ഖുർആനിലോ സുന്നത്തിലോ നോക്കിയിട്ട് ഒരു ഉത്തരം അതിന് കാണുന്നില്ല. ഈ ഉത്തരം കിട്ടാത്ത മസലക്കാണ് ഫർഅ് എന്ന് പറയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ട മസല. അതുമായി ബന്ധമുള്ള ഒരു മസല നമ്മുടെ മുമ്പിലുണ്ട്, അതിനാണ് അസ്ല് എന്ന് പറയാം. ഈ അസ്ലും ഫർഉം ഇത് രണ്ടും തമ്മിൽ യോജിക്കുന്നുണ്ടോ? അഥവാ ഇതിന്റെ രണ്ടിന്റെയും അടിസ്ഥാന കാരണം, അതിന്റെ പിന്നിലുള്ള കാരണം, ഇല്ലത്ത് എന്ന് പറയും, അതൊന്നാണോ? ഒന്നാണ്. കാരണം മാതാപിതാക്കളോട് ചേർന്ന് പറയരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? മാതാപിതാക്കളുടെ സ്ഥാനം, അവരുടെ ഇഹ്സാൻ, അവർ നമുക്ക് തന്ന ഉപകാരം, അവർ നമ്മുടെ മാതാപിതാക്കളാണ് എന്നുള്ളത്. അത് ഇവിടെ ഈ ഫർഇന്റെ കാര്യത്തിലും നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കാൻ നോക്കുന്ന മസലയിലും അതുണ്ട്. മാതാപിതാക്കളുടെ ഹക്ക്, അവരോടുള്ള ബാധ്യത അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇല്ലത്ത് ഒന്നാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇതിന്റെ ഹുക്മ്, ഈ ഫർഇന്റെ ഹുക്മ് അസ്ലിന്റെ ഹുക്മ് തന്നെയാണ്. ഛേ എന്ന് പറയുന്ന അതിന്റെ ഹുക്മ് എന്താണ്? ഹറാം, പാടില്ല. അപ്പൊ അടിക്കലും ഹറാം തന്നെ. കാരണം രണ്ടിന്റെയും ഇല്ലത്ത് ഒന്നാണ്, കാരണം ഒന്നാണ്. ഇതാണ് ഖിയാസ് എന്ന് പറയുന്നത്. പിന്നെ ഖിയാസുൽ അക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ വിപരീതം. നമ്മുടെ മുമ്പിൽ അസ്ലുണ്ട്, ഫർഉ ഉണ്ട്. ഇത് രണ്ടും നേരെ വിപരീതമായ കാര്യങ്ങളാണ്, അല്ലെ? ഇവിടെ ഛേ എന്ന് പറയലും അടിക്കലും ഇത് രണ്ടും ഒരുപോലെയുള്ള കാര്യങ്ങളാണ്. ഒന്ന് കുറച്ച് കൂടുതൽ മോശമാണെന്നേ ഉള്ളൂ, പക്ഷെ അടിസ്ഥാനപരമായി രണ്ടും ഒരേ വകുപ്പിൽപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് രണ്ടിനും ഒരേ വിധി കൊടുത്തു. അതേ മറിച്ച് നേരെ വിപരീതമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണെങ്കിലോ, അപ്പോ നേരെ വിപരീതമായ ഹുക്കുമായിരിക്കും. ഈ അസ്ലിന്റെ വിപരീതമായ ഹുക്കുമ്, ഹറാമാണെങ്കിൽ ഹലാൽ, അല്ലെങ്കിൽ ഫർദാണെങ്കിൽ ഈ അസ്ല് ഹലാലാണെങ്കിൽ ഫർഅ് ഹറാം. ഉദാഹരണത്തിന് ഈ ഹദീസ് തന്നെ, ഇവിടെ ഭാര്യയുമായി ബന്ധപ്പെടുക, അതിന്റെ ഹുക്മ് നമുക്ക് കണ്ടുപിടിക്കണം, അതാണ് ഫർഅ്. വ്യഭിചാരം, അതാണ് അസ്ല്. വ്യഭിചാരത്തിന്റെ ഹുക്മ് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുണ്ട്. ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന്റെയോ ഈ ഹദീസ് പറയുന്നത് വരെ അവിടെ നമുക്കറിയില്ല എന്താണെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം സഹാബത്തിന്. വ്യഭിചാരം ഹറാമാണല്ലോ,
അപ്പൊ അതിന്റെ നേരെ വിപരീതമായ കാര്യത്തിന്റെ ഹുക്കം എന്തായിരിക്കും? ഇതിന്റെ നേരെ വിപരീതമായ ഹുക്കുമായിരിക്കും. ഇത് കുറ്റം, അപ്പൊ ഇത് പുണ്യം. ഇതാണ് ഖിയാസുൽ അക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങൾ വേറെയും കാണാം ഖുർആനിലും സുന്നത്തിൽ. അല്ലാഹു തആല പറഞ്ഞു വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആൻ അല്ലാഹു അല്ല ഇറക്കിയത് എങ്കിൽ, അല്ലാഹു അല്ലായിരുന്നു ഇറക്കിയതെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ഖുർആൻ അല്ലാഹു ഇറക്കി, ഖുർആൻ മറ്റൊരാൾ ഇറക്കി. അപ്പൊ മറ്റൊരാൾ ഇറക്കിയാൽ ധാരാളം വൈരുദ്ധ്യം ഉണ്ടാകുമായിരുന്നു. അപ്പൊ എന്താണ്? അള്ളാഹ് ഇറക്കിയതാണെങ്കിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല എന്നുള്ളത് അത് അള്ളാഹു ഇറക്കിയതാണ് എന്നുള്ളതിന്റെ തെളിവാണ്. നേരെ വിപരീതമായിട്ടുള്ള ഖിയാസ്, അതിന് ഈ ഹദീസ് തെളിവാണ്. അടുത്ത മസല, ഈ ഹദീസിന് മനസ്സിലാക്കാവുന്ന ഒരു മസല, ഇതുമായി ബന്ധപ്പെട്ട ഒരു മസല, പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. ഇതിൽ പറഞ്ഞ ഈ അവസാനത്തെ കാര്യം, ജിമാ എന്നുള്ളത്, ഭാര്യയുമായി ബന്ധപ്പെടുക എന്നുള്ളത്, അത് പുണ്യമാണെന്നാണ് വിശ്വാസം ഇവിടെ പറഞ്ഞത്. അതിന് നിയ്യത്ത് വേണോ? നമുക്കറിയാം, നിയ്യത്ത് ഉണ്ടെങ്കിൽ ഹലാലായ കാര്യങ്ങൾക്കും പ്രതിഫലം ഉണ്ടാകും. ഭക്ഷണം കഴിക്കുന്നതിന് നല്ല നിയ്യത്ത് വെച്ചാൽ, ഉറങ്ങുന്നതിന് നിയ്യത്ത് വെച്ചാൽ അത് പ്രതിഫലം ഉണ്ടാകും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നുള്ള ഹദീസിന്റെ ശറഹ്. ഒരാൾ ഉറങ്ങുമ്പോൾ ഉന്മേഷത്തോടു കൂടി എഴുന്നേറ്റ് ഖിയാമുൽ ലൈൽ നമസ്കരിക്കണം, അല്ലെങ്കിൽ ഫജ്ർ നമസ്കരിക്കണം എന്ന് നിയ്യത്ത് വെച്ചാൽ ആ ഉറക്കത്തിന് പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെയാണോ ഈ പറഞ്ഞ കാര്യവും ജിമാഉം? അതല്ല, ഇത് നിയ്യത്തില്ലെങ്കിലും പ്രതിഫലം കിട്ടുമോ? ചില പണ്ഡിതന്മാർ നിയ്യത്തില്ലെങ്കിലും പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള ഹലാലായ കാര്യങ്ങളെ പോലെയല്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ ഹദീസാണ് കാരണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ചപ്പോൾ നിയ്യത്തുണ്ടെങ്കിൽ പ്രതിഫലമുണ്ട് എന്നല്ല പറഞ്ഞത്. ഹറാമ് ചെയ്തിരുന്നെങ്കിൽ കുറ്റം ഉണ്ടാകുമായിരുന്നല്ലോ, എങ്കിൽ ഹലാലായ രൂപത്തിലാണെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഇവിടെ നിയ്യത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിയ്യത്തില്ലെങ്കിലും പ്രതിഫലം ഉണ്ടാകും എന്ന് ചില ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഈ വിഷയത്തിൽ. അടുത്ത മസല, ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഹറാമായ രൂപത്തിൽ ചെയ്താൽ കുറ്റമുണ്ട് എന്ന് പറഞ്ഞു, ഹലാലായ രൂപത്തിൽ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ജിമാഇന്റെ കാര്യം. ബാക്കിയുള്ള ഹലാലായ കാര്യങ്ങളോ, ഒരാൾ ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ തന്നെ ഉറങ്ങുന്നത്, അതിന്റെ കാര്യം നിയ്യത്ത് നിർബന്ധമാണ്. നിയ്യത്തില്ലെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടാവുകയില്ല. ബാക്കിയുള്ള ഹലാലായ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഫായദകൾ. അടുത്ത ഹദീസ്, ഈ കിതാബിൽ 26-ാമത്തെ ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു സുലാമ മിനൻ നാസി അലൈഹി സദഖ. മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ സന്ധികളും ജോയിന്റുകളും അലൈഹി സദഖ, അതിന്റെ പേരിൽ ഒരു സദഖ ചെയ്യേണ്ടതുണ്ട് മനുഷ്യൻ. കുല്ല യൗമിൻ തത്ലുഉ ഫീഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും. തഅദുലു ബൈന ഇസ്നൈനി സദഖ. ഇവിടെ പറഞ്ഞത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനൊക്കെ അല്ലാഹു ആഫിയത്ത് നൽകി എന്നുള്ളത്, അതൊക്കെ അതിന്റെ ഉപയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്, അത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതിന് നന്ദി കാണിക്കേണ്ടതുണ്ട്. ദിവസവും ശരീരത്തിലെ ഓരോ എല്ലിനും, സുലാമ എന്നുള്ള വാക്കിന് എല്ല് എന്നർത്ഥമുണ്ട്, ജോയിന്റ് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ഓരോ അസ്ഥിക്കും ഓരോ എല്ലിനും ഓരോ ദിവസവും നന്ദി കാണിക്കേണ്ടത്. കാരണം എല്ലാ ദിവസവും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഇതിന് നന്ദി ആയി സദഖ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എത്ര അസ്ഥികളുണ്ട് മനുഷ്യ ശരീരത്തിൽ? 360 അസ്ഥികളുണ്ടെന്നാണ് പറയുന്നത്, എല്ലുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ 360 സദഖ ചെയ്യണം ദിവസം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞ പോലെ സദഖ എന്ന് പറഞ്ഞാൽ പണം തന്നെ വേണമെന്നില്ല. തഅദുലു ബൈന ഇസ്നൈനി സദഖ, രണ്ടു പേർക്കിടയിൽ സുൽഹുണ്ടാക്കുന്നത്, പരസ്പരം തെറ്റിയ രണ്ടാൾക്കാർ തമ്മിൽ നന്നാക്കുന്നത് സദഖയാണ്. വതുഈനു റജുല ഫി ദാബത്തിഹി, ഒരു മനുഷ്യനെ വാഹനത്തിൽ കയറാൻ സഹായിക്കുന്നത്. ഫതഹ്മിലുഹു അലൈഹ ഔ തർഫഉ ലഹു അലൈഹ മതാഅഹു, അല്ലെങ്കിൽ വാഹനപ്പുറത്ത് അവന്റെ ഭാരം കയറ്റി വെക്കാൻ, വാഹനപ്പുറത്തുള്ള ലോഡ് കയറ്റി വെക്കാൻ സഹായിക്കുന്നത് സദഖയാണ്. വൽ കലിമത്തു തയ്യിബത്തു സദഖ, നല്ല ഒരു വാക്ക് പറയുന്നത് സദഖയാണ്. വബികുല്ലി ഖുത്വത്തിൻ തംശീഹ ഇല സ്വലാത്തി സദഖ, നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഓരോ കാല് എടുത്തു വെക്കുന്നതും, ഓരോ പ്രാവശ്യം കാല് എടുത്തു വെക്കുന്നതും സദഖയാണ്. വതുമീതുൽ അദാ അനി ത്വരീഖി സദഖ, വഴിയിൽ നിന്ന് മാലിന്യം എടുത്ത് മാറ്റുന്നത് സദഖയാണ്. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിലുള്ള സദഖയായിക്കൊണ്ട് 360 സദഖ ഒരു ദിവസം ചെയ്യണം എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഹദീസിന്റെ ആശയം എന്താണ്? ഈ ഹദീസ് പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഓരോ ദിവസവും അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കണം.
ആ നന്ദി കാണിക്കാൻ പല മാർഗങ്ങളുണ്ട്. ഇതിലേതെങ്കിലും രൂപത്തിലായിക്കൊണ്ട് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന നിഅമത്തിന് അള്ളാഹുവിനോട് നന്ദി കാണിച്ചിരിക്കണം. അതാണ് ഈ ഹദീസിന്റെ ആശയം. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില മസലകൾ. ഒന്നാമത്തെ മസല, ഈ ഹദീസ് കേട്ടാൽ ബാഹ്യമായി മനസ്സിലാക്കുക എന്താണ്? ഓരോ ദിവസവും 360 സദഖ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്, അല്ലേ? കാരണം കുല്ലു സുലാമ അലൈഹി സദഖ, ഓരോ അസ്ഥിക്കും സദഖ ചെയ്യണം. അല എന്ന അറബിയിൽ പറഞ്ഞാൽ നിർബന്ധം എന്നാണ്. കുത്തിബ അലൈക്കും സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അലൽ മുസ്ലിമി, ഒരു മുസ്ലിം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ തലബുൽ ഇൽമി ഫരീദത്തുൻ അല കുല്ലി മുസ്ലിമിൻ. അല എന്നുള്ള വാക്ക് നിർബന്ധമായ കാര്യങ്ങളുടെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഈ ഹദീസിന്റെ ബാഹ്യമായ അർത്ഥം ഇത് നിർബന്ധമാണ് എന്നാണ്. പക്ഷെ നമ്മൾ 360 സദഖ ചെയ്യുന്നുണ്ടോ? അപ്പൊ നമ്മൾ കുറ്റക്കാരാണോ? ഉലമാക്കൾ പറയുന്നത്, അധിക ഉലമാക്കളും പറയുന്നത് ഇത് സുന്നത്താണ്. അതായത് 360 നന്മകൾ ഒരു ദിവസം ചെയ്യാന്നുള്ളത് അങ്ങനെ എണ്ണണം എന്നല്ല, പക്ഷെ 360 സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് മുസ്തഹബാണ്. അപ്പൊ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുക. 360 അതിൽ കൂടുതലൊക്കെ ആയിക്കോളും. അങ്ങനെ ചെയ്യുന്നത് മുസ്തഹബാണ്. എന്തുകൊണ്ടാണ് മുസ്തഹബ്, എന്താണ് വാജിബല്ല എന്ന് പറയാൻ കാരണം? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നാം നബി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ ഉലമാക്കൾ ഈ രൂപത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഉലമാക്കൾ ആരും, മുൻഗാമികളായ ഉലമാക്കൾ ആരും ഇത് വാജിബാണ് എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാരണം, ഈ ഹദീസിൽ അവസാനം പറയുന്നത് എന്താണ്? മറ്റൊരു റിവായത്തിൽ, നമ്മൾ ഈ വായിച്ച അല്ലാത്ത മറ്റൊരു റിപ്പോർട്ടിൽ ഈ ഹദീസിൽ തന്നെ ഇങ്ങനെ കാണാം, വയുജ്സിഉ മിൻ ദാലിക റക്അതാനി യർകഉഹുമാ മിന ദുഹ. ഇതിനൊക്കെ പകരം 2 റക്അത്ത് ദുഹ നമസ്കരിച്ചാൽ മതി. അതായത് 360 സദഖക്ക് പകരം 2 റക്അത്ത് ദുഹ നമസ്കാരം നിർവഹിച്ചാൽ മതി എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദുഹ നമസ്കാരം സുന്നത്താണ്. അപ്പോൾ ഒരു ഫർദിന് പകരമായിട്ട് സുന്നത്ത് ആവില്ലല്ലോ, അല്ലെ? ഈ 360 സദഖ ഫർദായിരുന്നെങ്കിൽ അതിന് പകരം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ മതിയാവോ? ഇല്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇത് മുസ്തഹബാണ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫായിദ, ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഇതിലെ ചില പ്രയോഗങ്ങൾ. ഒന്ന്, തഅദുലു ബൈന ഇസ്നൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സദഖക്കുള്ള മാർഗങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത് പറഞ്ഞത് തഅദുലു ബൈന ഇസ്നൈൻ, 2 പേർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും ഭിന്നിപ്പും ഉണ്ടെങ്കിൽ അത് നന്നാക്കുക എന്നുള്ളത് സദഖയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുസ്ലിമീങ്ങളായ ആൾക്കാർക്കിടയിൽ സുൽഹുണ്ടാക്കുക എന്നുള്ളത്, ഭാര്യ ഭർത്താക്കന്മാരായാലും മാതാപിതാക്കളും മക്കളുമായാലും സുഹൃത്തുക്കൾ തമ്മിലായാലും അയൽവാസികൾ തമ്മിലായാലും എന്തെങ്കിലും ഭിന്നിപ്പുണ്ടെങ്കിൽ അവരെ അടുപ്പിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. വഅസ്ലിഹൂ ദാത ബൈനിക്കും, നിങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പുകൾ, കുഴപ്പങ്ങൾ നിങ്ങൾ പരിഹരിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഫഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ, മുഅ്മിനീങ്ങൾ തമ്മിൽ, മുസ്ലിമീങ്ങൾ തമ്മിൽ 2 കക്ഷികളായി പ്രശ്നമുണ്ടായാൽ നിങ്ങൾ അവർക്ക് സുൽഹുണ്ടാക്കുക. അധികം ആളുകൾ എന്താണ് ചെയ്യുക? 2 ആൾക്കാർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം കൂടുതൽ വലുതാക്കാനാണ് നോക്കുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ട്, എന്ത് ചെയ്യും? ഈ ഭർത്താവിന്റെ സുഹൃത്തുക്കൾ അവനോട് കൂടുതൽ അവന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടും ഈ ഭാര്യയുടെ കുറ്റങ്ങൾ പറഞ്ഞിട്ടും അങ്ങനെ കൂടുതൽ ആ പ്രശ്നം വഷളാക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ തിരിച്ചും. എന്നാൽ നേരെ മറിച്ച് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത് എന്താണ്? പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകളെ നന്നാക്കാനാണ് നോക്കേണ്ടത്. അടുത്തതായി ഈ ഹദീസിൽ പറഞ്ഞ കാര്യം എന്താണ്? വതുഈനു റജുല ഫി ദാബതിഹി, ഒരു മനുഷ്യന് വാഹനത്തിൽ കയറാൻ സഹായിക്കുന്നത് പോലും, അത് ചെറിയൊരു സഹായമാണെങ്കിൽ പോലും അത് പ്രതിഫലാർഹമാണ്. അടുത്തതായ ഒരു ഫായിദ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ചർച്ച ചെയ്തിട്ടുള്ളത്, ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അർബഉൻ നവവിയുടെ ശർഹിലൊക്കെ പറഞ്ഞത് കാണാം. ഏതാണ് അഫ്ളലായിട്ടുള്ളത്? ഒരു നിഅമത്താണോ അതോ അതിന് നമ്മൾ ചെയ്യുന്ന ശുക്റാണോ? അള്ളാഹു നമുക്ക് നിഅമത്ത് ചെയ്തു, ആ നിഅമത്താണോ വലുത്, അതല്ല നമ്മൾ അതിന് ചെയ്യുന്ന ശുക്റാണോ വലുത്? അള്ളാഹു നമുക്ക് സമ്പത്ത് തന്നു, നമ്മൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് സദഖ ചെയ്തു, ഇതിലേതാണ് വലുത്? അപ്പോൾ ഇവിടെ ഇവരുദ്ദേശിക്കുന്നത്, പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതാണ് വലുതെന്ന് ചോദിച്ചാൽ അവരുടെ ഉദ്ദേശം ഇത് രണ്ടും അള്ളാഹുവാണല്ലോ നമുക്ക് തരുന്നത്. അതായത് ആദ്യം അള്ളാഹു നിഅമത്ത് തന്നു, പിന്നെ അതിന് നന്ദി ചെയ്യാനുള്ള തൗഫീഖ് ചെയ്തു അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇതിലേതാണ് വലുത് എന്നാണ് ചോദ്യം. ഇത് രണ്ടും അള്ളാഹുവിന്റെ നിഅമത്താണ്. ആദ്യം ഒരു നിഅമത്ത് ചെയ്തു എന്നുള്ളതും രണ്ടാമതായി അതിന് നന്ദി ചെയ്യാനുള്ള ബുദ്ധി നമുക്ക് തന്നു എന്നുള്ളതും അള്ളാഹുവിന്റെ തൗഫീഖാണ്.
ഇത് ഏതാണ് വലുത്? ചില ആളുകൾ പറഞ്ഞു ആദ്യത്തേതാണ്. ആദ്യം അള്ളാഹു നിഅമത്ത് നമുക്ക് തന്നു എന്നുള്ളതാണ് വലുത്. കാരണം എന്താണ്? അത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലും അത് ചെയ്യുന്നത് നമ്മളാണ്. നമുക്ക് സമ്പത്ത് തരിക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് നേരിട്ട് സമ്പത്ത് അങ്ങ് തന്നതാണ്. രണ്ടാമത്തേത് നമ്മളതിന് നന്ദിയായി സദഖ ചെയ്തു, അത് മനുഷ്യന്റെ പ്രവൃത്തിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ് അഫ്ളൽ എന്നുള്ളത് കൊണ്ട് ആദ്യത്തേതാണ് അഫ്ളൽ, ആ നിഅമത്താണ് അഫ്ളൽ എന്ന് പറഞ്ഞു. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിന് നന്ദി കാണിക്കുക, അൽഹംദുലില്ലാ എന്ന് പറയുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഓർത്തുകൊണ്ട് ആ അനുഗ്രഹം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെലവഴിക്കുക, സദഖ പോലെയുള്ള കാര്യങ്ങൾ, അത് ദീനാണ്, ഇബാദത്താണ്. എന്നാൽ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഒരു അനുഗ്രഹം കൂടെ ഏറ്റുവാങ്ങുക എന്നുള്ളത് ദുനിയാവാണ്. അതുകൊണ്ട് ഈ ശുക്റാണ് കൂടുതൽ അഫ്ളൽ എന്നും ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ ഉലമാക്കൾക്കുണ്ട്. ഈ രണ്ടാമത്തേതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്, കൂടുതൽ തെളിവുകളോട് യോജിച്ചത്. ഇനി അടുത്തൊരു മസ്അല ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അള്ളാഹു ഒരു അനുഗ്രഹം ചെയ്താൽ നമ്മൾ രണ്ട് കാര്യം ഓർക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ നിഅമത്തുകൾ നമുക്ക് കിട്ടുമ്പോൾ, അള്ളാഹുവിന്റെ നിഅമത്തുകൾ കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാലത്ത് നമ്മൾ മനസ്സിൽ കരുതുന്ന എന്തെങ്കിലും ഒരു വലിയ ആഗ്രഹം സാക്ഷാത്കരിക്കുമ്പോൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഓരോ നിമിഷവും നമ്മൾ അള്ളാഹുവിന്റെ നിഅമത്തുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോ ശ്വാസവും അള്ളാഹുവിന്റെ നിഅമത്താണ്, നമുക്കറിയാം. അപ്പൊ അള്ളാഹുവിന്റെ നിഅമത്തുകൾ അതെന്ത് തന്നെയായാലും അതൊക്കെ സ്വീകരിക്കുമ്പോൾ, ആസ്വദിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഒന്ന്, ഇത് അള്ളാഹുവിന്റെ മിന്നത്താണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്, നമ്മുടെ അർഹത കൊണ്ട് കിട്ടിയതല്ല എന്ന ബോധം നമുക്കുണ്ടാവണം. അള്ളാഹുവിന്റെ മേൽ നമുക്ക് യാതൊരു ഹക്കുമില്ല. അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് ഇങ്ങോട്ട് ഒന്നും കിട്ടാനില്ല, എല്ലാം അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ്. ഒന്ന്. രണ്ടാമത്തേത്, അതിന് ഹംദ് പറയുക, അൽഹംദുലില്ലാ എന്ന് പറയുക, അള്ളാഹുവിനെ സ്തുതിക്കുക. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണ്. ഭക്ഷണം കഴിച്ചാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്, നാവ് കൊണ്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കുന്നുണ്ട് എന്തിനാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോ ഭക്ഷണം കഴിക്കും, എന്നിട്ട് ഈ ഭക്ഷണം അള്ളാഹു നമുക്ക് തന്നു എന്നുള്ളത് അത് മനസ്സിൽ ഓർക്കാതെ ഒരുപക്ഷെ ഈ കഴിച്ച ഭക്ഷണത്തോട് ആ ഭക്ഷണം കിട്ടിയതിന് നന്ദികേടായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇത് പോരാ എന്നുള്ള ചിന്തയായിരിക്കും മനസ്സിലുണ്ടാവുക. ഇതൊന്നുമല്ല, ഞാൻ കഷ്ടപ്പാടിലാണ്, അള്ളാഹു എനിക്ക് അർഹിക്കുന്നത് തന്നിട്ടില്ല എന്ന ധാരണയായിരിക്കും മനസ്സിലുണ്ടാവുക. എന്നിട്ട് അൽഹംദുലില്ലാ നാവ് കൊണ്ട് പറയും. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എത്ര വില കുറഞ്ഞ ഭക്ഷണം കഴിച്ചാലും അൽഹംദുലില്ലാ എന്ന് പറയണ്ടേ? ഇല്ല, എങ്ങനെ ഉണ്ടോ? അതായത് ഇത്ര ദർജ അതിന്റെ മുകളിലുള്ള ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ, എന്നിട്ട് താഴെയുള്ളത് കഴിച്ചാൽ വേണ്ട എന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്ത് തിന്നാലും നന്ദി ഉണ്ടാകണം എന്നർത്ഥം. ഈ അൽഹംദുലില്ലാ നാവുകൊണ്ട് പറയുന്ന സമയത്തൊക്കെ നന്ദി നമുക്കുണ്ടാവണം. അപ്പൊ എന്ത് ചെറുത് എന്ന് നമുക്ക് തോന്നുന്ന അനുഗ്രഹമാണെങ്കിലും അതിന് നന്ദി കാണിക്കുക, നമ്മൾ അതിന് അർഹരല്ല എന്ന് മനസ്സിലാക്കുക, ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് ചില പണ്ഡിതന്മാര് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഫായിദ, പറഞ്ഞിട്ടുള്ള ഒരു ഫായിദ, ഈ ഹദീസിൽ അവസാനം പറഞ്ഞു സദഖയുടെ രൂപങ്ങൾ പഠിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ രൂപമായിട്ട് പറഞ്ഞത് തുമിയത്തുൽ അദാ അനി ത്വരീഖി സദഖ, വഴിയിൽ നിന്നൊരു മാലിന്യം എടുത്ത് മാറ്റുന്നത് സദഖയാണ്. അപ്പോൾ ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു മുള്ളോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുന്നത് സദഖയാണ്. ഇത് നമ്മുടെ ബാഹ്യമായ പ്രയാസം നീക്കലാണ്. അഥവാ ഒരു മനുഷ്യൻ അതിലൂടെ നടന്നു പോകുമ്പോൾ അവന് ശാരീരികമായി ഉപദ്രവം ഉണ്ടാകും, അങ്ങനെയുള്ള വസ്തുക്കൾ മാറ്റുന്നത് സദഖയാണ്. അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമാണ്, മനുഷ്യരെ ദീനിയായി അപകടത്തിൽപ്പെടുത്തുന്ന മാലിന്യങ്ങൾ ഉണ്ടാവും. മനുഷ്യരുടെ ദീനിന്റെ മാർഗത്തിൽ നിന്ന് മാലിന്യങ്ങൾ എടുത്തു മാറ്റുക. എന്താണ് ദീനിനെ അപകടത്തിൽപ്പെടുത്തുന്ന മാലിന്യങ്ങളും അപകടങ്ങളും എന്ന് പറഞ്ഞാൽ? ബിദ്അത്തുകൾ, ദലാലത്തുകൾ, തെറ്റായ ആശയങ്ങൾ, ദീനിന്റെ പേരിൽ പ്രചരിക്കുന്ന അബദ്ധങ്ങൾ, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, തിരുത്തി കൊടുക്കുക എന്നുള്ളത് അത് ഇതിനേക്കാൾ പ്രധാനമാണ്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അർബഈൻ നബവിയുടെ ശർഹിൽ ഈ കാര്യം പറഞ്ഞത് കാണാം. അടുത്തൊരു മസ്അല, ഈ ഹദീസിൽ ഓരോ ദിവസവും സദഖ ചെയ്യണം എന്നതിന് കുല്ല യൗമിൻ തത്ലുഉ ഫീഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും എന്നാണ് പറഞ്ഞത്. അപ്പൊ ദിവസം മാറുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമില് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കൊണ്ടാണ്. അപ്പൊ ഇന്ന് ഇപ്പോ ശാസ്ത്രം പഠിപ്പിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ പലരും വിശ്വസിക്കുന്നത് എന്താണ്? ഭൂമി തിരിയുന്നത് കൊണ്ടാണ് രാവും പകലും മാറുന്നത്. സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും നമുക്ക് തോന്നുന്നതാണ്. സൂര്യൻ ചലിക്കുന്നുണ്ട്, പക്ഷെ സൂര്യൻ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിയിട്ടല്ല രാവും പകലും മാറുന്നത് എന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഈ ഗോളശാസ്ത്രം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സ്ഥിരതയില്ല. കുറെ കാലം സൂര്യൻ ചലിക്കുന്നില്ല എന്നായിരുന്നു വിശ്വാസം. ഭൂമി സൂര്യന്റെ ചുറ്റും കറങ്ങുന്നു, സൂര്യൻ അവിടെ നിൽക്കുന്നു എന്നായിരുന്നു. ഇപ്പൊ രണ്ടും
കറങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ കാലത്ത്, അതായത് സൂര്യൻ കറങ്ങുന്നില്ല എന്ന് പറഞ്ഞിരുന്ന കാലത്ത് ഖുർആനിൽ സൂര്യൻ ചലിക്കുന്നതിനെ പറ്റി പറഞ്ഞ ധാരാളം ആയത്തുകളുണ്ട്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹ, അതുപോലെ മത്ലഅ ശംസ്, മഗ്രിബ ശംസ് എന്നൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ദുർവ്യാഖ്യാനിക്കുകയായിരുന്നു അന്നത്തെ ചില പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ. തഫ്സീറുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനിച്ചത്, അതിന്റെ ഉദ്ദേശം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് വീണ്ടും മാറ്റേണ്ടി വന്നു. അപ്പൊ നമുക്ക് പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. ഖുർആനിൽ നഫ്സായിട്ടൊരു കാര്യം പറഞ്ഞാൽ അതോടുകൂടി പിന്നെ ഏത് ശാസ്ത്രം അതിനെതിരെ പറഞ്ഞിട്ടും കാര്യമില്ല. പ്രത്യേകിച്ച് ഗോളശാസ്ത്രം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് എത്രയോ ദൂരെയാണ് സൂര്യനുള്ളത്. അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മനുഷ്യന്റെ അറിവ്, അതിന് സ്ഥിരത ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനിയും മാറിക്കൊണ്ടിരിക്കും. സൂര്യന്റെ ചലനത്തെക്കുറിച്ചൊക്കെ പറയുന്ന തിയറികൾ ഇനിയും മാറാനുള്ളതാണ്. ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന കാര്യം രാവും പകലും മാറുന്നത് സൂര്യന്റെ ചലനം കൊണ്ടാണ്. അതിൽ സംശയമില്ല. ഒരു ഹദീസിൽ വ്യക്തമായി ഇക്കാര്യം വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ, മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചുള്ള ഹദീസിൽ കാണാം, ഗസ നബിയ്യും മിനൽ അംബിയ, ഒരു നബി യുദ്ധത്തിന് പോയി. ചില ആളുകൾ ഈ ഹദീസിനെ ഇതുപോലെയുള്ള മറ്റ് ഹദീസുകളെ, സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഹദീസുകളെയും ആയത്തുകളെയൊക്കെ ദുർവ്യാഖ്യാനിക്കും. ഇപ്പോഴും അത് ദുർവ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്ത് പറയും? അത് സൂര്യ ഉദയം എന്ന് പറയുന്നത് തോന്നലാണ്. ആ തോന്നലിനെ കുറിച്ച് അള്ളാഹു പറയുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഉദിക്കുന്നതായി കണ്ണുകൊണ്ട് കാണുന്നു, അതുകൊണ്ട് നിങ്ങൾ കാണുന്ന രൂപത്തിൽ അള്ളാഹു സംസാരിച്ചതാണ്. ഇവർ പറയുന്നത് എന്താണ്? അപ്പൊ അള്ളാഹ്ക്ക് സ്വന്തമായിട്ടൊരു നിലപാടില്ല. നമുക്ക് തോന്നുന്നതിനെ കുറിച്ച് ഇങ്ങനെ അള്ളാഹ് പറയാണ്, അല്ലെ? നമുക്ക് തോന്നുന്നത് ഉദിക്കുന്നതായിരുന്നു, അപ്പൊ അള്ളാഹ് ഉദിക്കുന്നു എന്നങ്ങ് പ്രയോഗിച്ചു. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യോ? നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയിലാണ്. അപ്പൊ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആ തെറ്റിദ്ധാരണ ഞാനും വിശ്വസിച്ചതുപോലെ സംസാരിക്കുക, അത് ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചെയ്യൂല. ആദ്യം ആ തെറ്റിദ്ധാരണ തിരുത്തും, എന്നിട്ട് ബാക്കി പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യോ? നിങ്ങൾ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായി വിശ്വസിക്കുന്നു, അത് നിങ്ങളുടെ വിഡ്ഢിത്തം. അത് അള്ളാഹ് അംഗീകരിച്ചിട്ട് അശംസു തജ്രി ലിമുസ്തഖറിൻ ലഹ, അതുപോലെ കുല്ലു യൗമിൻ തത്ലൂ ഫീ ശംസ് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇത് മനുഷ്യന്മാരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യമാണ്. ഏതായാലും ദുർവ്യാഖ്യാനിക്കാൻ പറ്റാത്തൊരു ഹദീസ് ഉണ്ട്. ഗസ നബിയ്യും മിനൽ അംബിയ, ഒരു നബി യുദ്ധത്തിന് പോയി. ഈ ഹദീസ് സഹീഹ് മുസ്ലിമിലുണ്ട്. അതുപോലെ ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഈ നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, യൂഷ അലൈഹിസ്സലാം. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമിൽ വന്ന, ബനു ഇസ്രായേൽ വന്ന നബിയാണ്. അദ്ദേഹം യുദ്ധത്തിന് പോയി. ഫലമ്മ ദനാ മിനൽ ഖൗമി ദനത് ശംസു ലിൽ ഗുറൂബ്, അങ്ങനെ യുദ്ധം തുടങ്ങാറായപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, ഇത് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ വെള്ളിയാഴ്ച മഗ്രിബായി കഴിഞ്ഞാൽ പിന്നെ ബനു ഇസ്രായേലിന് അവർക്ക് യുദ്ധം ചെയ്യാൻ പാടില്ല. ഇബാദത്തല്ലാത്ത മറ്റൊരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ലാസിമായിട്ടുള്ള ഇബാദത്തുകൾ, നമസ്കാരം പോലെയുള്ള, ദിക്ർ പോലെയുള്ള ഇബാദത്തുകൾ, അള്ളാഹുമായിട്ട് മാത്രം ബന്ധപ്പെട്ട അമലുകൾ, അതേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ മഗ്രിബായപ്പോ ഫഖാല ലിശംസ്, അദ്ദേഹം സൂര്യനോട് പറഞ്ഞു, ഇന്നകി മഅ്മൂറത്തുൻ വഅന മഅ്മൂർ, നിന്നോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ അസ്തമിക്കാനും രാവിലെ ആകുമ്പോൾ ഉദിക്കാനും ഒക്കെ. വഅന മഅ്മൂർ, എന്നോട് യുദ്ധം ചെയ്യാനും കൽപ്പിച്ചിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യത്തിലാണ്. എന്റെ പണി നടക്കൂല, നിന്റെ പണി ചെയ്താൽ എന്റെ പണി നടക്കൂല, ഏതെങ്കിലും ഒന്നേ ഇപ്പൊ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹ്ബിസ്ഹാ അലൈ, അള്ളാഹുവെ എനിക്ക് വേണ്ടി കുറച്ച് സമയം സൂര്യനെ പിടിച്ചു വെക്കണേ എന്ന് പറഞ്ഞു. ഫഹുബിസത് ഹത്ത ഫതഹ അല്ലാഹു അലൈഹി, അങ്ങനെ യുദ്ധം ചെയ്ത് വിജയിക്കുന്നത് വരെ സൂര്യൻ അവിടെ നിന്നു. ഇതെങ്ങനെ വ്യാഖ്യാനിക്കും ഇനിയിപ്പോ? അങ്ങനെ തോന്നലിനെ കുറച്ചു നേരം നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയേണ്ടി വരും. അപ്പോ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് രാവും പകൽ മാറുന്നത് എന്നുള്ളത് ഖുർആന്റെയും ഹദീസിന്റെയും നസ്സാണ്. ഭൂമി ചലിക്കുന്നുണ്ടോ? ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഖുർആനിൽ അതിനെക്കുറിച്ച് ഭൂമി ചലിക്കുന്നുണ്ടോ എന്നോ ചലിക്കുന്നില്ല എന്നോ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് വിഷയമല്ല. നേരെമറിച്ച് രാവും പകലും മാറുക എന്നുള്ളത് അത് സൂര്യന്റെ ചലനം കൊണ്ടാണ്. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഒരു അറിയപ്പെട്ട സംസാരമുണ്ട്. പണ്ട് കാലത്ത്, അതായത് സൂര്യൻ ചലിക്കുന്നില്ല എന്ന് വിശ്വസിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ആ വിശ്വാസം പൂർണ്ണമായും ആളുകൾക്കിടയിൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായി ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറഞ്ഞിരുന്നു, സൂര്യൻ ചലിക്കുന്നുണ്ട്, അത് നിഷേധിച്ചവൻ കാഫിറാണ്. ഭൂമി ചലിക്കുന്നില്ല, ഇങ്ങനെയാണ് ശൈഖ് പറഞ്ഞത്. അങ്ങനെ ശൈഖിന്റെ ഈ ഫത്വ പ്രചരിച്ചു. ചില ആളുകൾ ശൈഖിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട്. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അറിവിനെയും അദ്ദേഹത്തിന്റെ സ്ഥാനത്തൊക്കെ പരിഹസിച്ചുകൊണ്ട് ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് ശൈഖ് പറഞ്ഞിരിക്കുന്നു എന്ന്. അങ്ങനെ ശൈഖ് പറഞ്ഞിട്ടില്ല. ശൈഖ് പറഞ്ഞത് സൂര്യൻ ചലിക്കുന്നുണ്ട്, ഭൂമി ചലിക്കുന്നില്ല. ശൈഖിന്റെ അഭിപ്രായമാണ്.
ഭൂമിയുടെ കാര്യത്തിൽ. സൂര്യന്റെ കാര്യം നഫ്സാണ്. ഭൂമിയുടെ കാര്യത്തിൽ ഖുർആൻ നോക്കിയാൽ രണ്ടും വ്യക്തമല്ല. ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഭൂമിയുടെ കാര്യത്തിൽ. ഇപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞത് സൂര്യൻ ചലിക്കുന്നുണ്ട്, അതെല്ലാ ഉലമാക്കളും ഏകോപിച്ച കാര്യമാണ്, ഖുർആന്റെ നഫ്സാണ്, നേർക്ക് നേരെ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. ഭൂമി ചലിക്കുന്നില്ല. സൂര്യന്റെ കാര്യം നിഷേധിച്ചാൽ കാഫിറാണ്, കാരണം ഖുർആൻ ആയത്താണ്. ഇപ്പൊ ഭൂമിയുടെ കാര്യം നിഷേധിച്ചാൽ കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം പ്രചരിച്ചിരുന്നു, അത് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. ആ ആരോപണം തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഹദീസ് عن النواس بن سمعان رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال البر حسن الخلق. ബിർ എന്ന് പറഞ്ഞാൽ പുണ്യം എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമാണ്. വൽ ഇസ്മു മാ ഹാക ഫി നഫ്സിക വകരിഹത അൻ യത്ലിഅ അലൈഹി الناس. പാപം എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും ജനങ്ങൾ മനസ്സിലാക്കുന്നത് അറിയുന്നത് നീ വെറുക്കുന്നതുമായ കാര്യമാണ്. ഇതേ ഹദീസ് തന്നെ മറ്റൊരു രൂപത്തിൽ, ഇതേ ആശയം തന്നെ മറ്റൊരു ഹദീസിൽ വന്നത് കാണാം. അതും നവവി റഹിമഹുല്ലാഹ് അവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്. وعن وابصة بن معبد رضي الله عنه قال أتيت رسول الله صلى الله عليه وسلم. വാബിസത്ത് ബിൻ മഅബദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി അദ്ദേഹം പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, ജിഅത തസ്അലു അനിൽ ബിർ, പുണ്യം എന്താണ്, നന്മ എന്താണ്, ബിർ എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ ഒരു തെളിവാണ് ഈ ഹദീസ്. അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ചോദിക്കാൻ വിചാരിച്ചിട്ട് പോയതാണ്. ചോദിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജിഅത തസ്അലു അനിൽ ബിർ, എന്താണ് ബിർ, പുണ്യം എന്ന് ചോദിക്കാൻ വന്നതല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിച്ചു. ഖുൽതു നഅം, ഞാൻ പറഞ്ഞു അതെ. വഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക, നീ നിന്റെ മനസ്സിനോട് തന്നെ ഫത്വ ചോദിക്കുക, നീ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക. അൽ ബിർറു മത്മഅന്നത് ഇലൈഹി നഫ്സ്, കാരണം മനസ്സാക്ഷിയോട് ചോദിക്കുക എന്ന് പറയാൻ കാരണം മനസ്സിന് തൃപ്തി തോന്നുന്ന കാര്യമാണ് പുണ്യം എന്ന് പറയുന്നത്. വത്മഅന്ന ഇലൈഹിൽ ഖൽബ്, മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യമാണ് പുണ്യം എന്ന് പറയുന്നത്. വൽ ഇസ്മു, നേരെ വിപരീതം, പാപം എന്ന് പറയുന്നത് മാ ഹാക ഫി നഫ്സ്, മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യമാണ്. വതറദ്ദദ ഫി സദർ, നെഞ്ചിനുള്ളിൽ ഇങ്ങനെ വേണോ വേണ്ടേ എന്ന് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ് പാപം. ചെയ്യണോ വേണ്ടേ എന്നുള്ള ചിന്ത ഉണ്ടാക്കുന്നത്. വൈൻ അഫ്സാക അന്നാസു അഫ്തൗക്, ഇത് തെറ്റല്ല എന്ന് ജനങ്ങളൊക്കെ നിനക്ക് ഫത്വ തന്നാലും ഇത് തെറ്റല്ല, നല്ല കാര്യമാണെന്ന് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മനസ്സിൽ സമാധാനമില്ല, അതാണ് പാപം എന്ന് പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഫായദകൾ, ഒന്നാമത്തേത് ബിർറ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഈ ഹദീസ് വിശദീകരിക്കുന്നത്. ശരിക്കും ബിർറ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ബിർറ് എന്നുള്ളത് രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് ഖുർആനിലും സുന്നത്തിലും. ഒന്ന് ദീൻ എന്നുള്ള അർത്ഥത്തിൽ, ഇസ്ലാമിൽ എന്തൊക്കെ നന്മകൾ പഠിപ്പിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഉൾക്കൊള്ളുന്ന അർത്ഥത്തിൽ ബിർറ് എന്ന് ഉപയോഗിക്കും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ്, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുന്നത് എന്നതല്ല ദീനിന്റെ അടിസ്ഥാനം. വലാകിന്നൽ ബിർ, നേരെ മറിച്ച് ദീൻ എന്ന് പറയുന്നത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികത്തി വൻ നബിയ്യിൻ വൽ കിതാബ്, അല്ലാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും വൻ നബിയ്യീന വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ, നബിമാരിലും ഒക്കെ വിശ്വസിച്ചു, പിന്നെ സമ്പത്ത് സക്കാത്തും സദഖയും ചെയ്തു. ഇങ്ങനെ ധാരാളം ഇബാദത്തുകളെ കുറിച്ച് പഠിപ്പിക്കുകയാണ് ഈ ആയത്തിൽ. അപ്പൊ ദീൻ മുഴുവനും ബിർറ് എന്ന് ഉപയോഗിക്കും. ബിർറ് എന്നുള്ളതിന്റെ ഒരു അർത്ഥം ഇതാണ്, ദീൻ എന്നർത്ഥം. രണ്ടാമത്തെ അർത്ഥം മനുഷ്യരോട്, മറ്റുള്ള മനുഷ്യരോട് അവർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക. ബിർറുൽ വാലിദൈൻ എന്നൊക്കെ പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. അപ്പോൾ ഒരു മനുഷ്യൻ നന്മ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ബിർറ് എന്ന് ഉപയോഗിക്കും. ഈ രണ്ടർത്ഥത്തിൽ ബിർറ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ബിർറ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ വിശ്വാസം പറഞ്ഞു കൊടുത്തത് അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, ബിർറ് എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്. ഇവിടെ ഹുസ്നുൽ ഖുലുഖ് എന്നതിന്റെ അർത്ഥം എന്താണ്? ഹുസ്നുൽ ഖുലുഖ് എന്നുള്ള വാക്കും വലിയ വിശാലമായ അർത്ഥമുള്ള വാക്കാണ്. സൽസ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ആളുകളോട് പുഞ്ചിരിക്കലും അവരെ ഉപദ്രവിക്കാതിരിക്കലും അത് മാത്രമല്ല. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖ് ഏറ്റവും നല്ല ഖുലുഖാണ്. എന്താണ് അതിന്റെ അർത്ഥം? ദീൻ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിനോടുള്ള ബാധ്യതകളും സൃഷ്ടികളോടുള്ള ബാധ്യതകളും പൂർണ്ണമായി നിറവേറ്റുക, അതാണ് ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുന്നത്. അപ്പൊ എവിടെയും അതേ അർത്ഥം തന്നെയാണ്. പുണ്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മുഴുവനും, അതാണ് പുണ്യം എന്ന് പറയുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരത്തിന്റെ അർത്ഥം. ഇനി അടുത്തൊരു മസല, ഈ പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് മനസ്സിലാക്കാനുള്ള
ഒരു മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. അതെന്താണ്? അൽ ഇസ്മു മഹാക ഫി സദർ, മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യമാണ് തിന്മ എന്ന് പറയുന്നത്. അൽ ബിറു മത്മഅന്ന ഇലൈഹി നഫ്സ്, മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യമാണ് നന്മ. വൈൻ അഫ്താഖന്നാസു അഫ്തഖ്, ജനങ്ങൾ എന്തൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞാലും, അല്ലെ ആൾക്കാർ ഹറാം എന്ന് പറയുന്നുണ്ട്, ഹലാൽ എന്ന് പറയുന്നുണ്ട്, കുറേ ആളുകൾ ഇത് ഹലാൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ സമാധാനമില്ല എങ്കിൽ അത് ഒഴിവാക്കുക എന്നാണ് ഉസ്താദ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ഇത് നിരുപാധികം അങ്ങനെ ചെയ്യാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കിയാൽ അതോടുകൂടി അത് ഒഴിവാക്കുക എന്നല്ല. ആ കാര്യം നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കണം. ചിലപ്പോൾ അത് ഹലാലാണ് എന്ന് വ്യക്തമായ തെളിവുണ്ടാകും, എന്നാൽ നമ്മുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാകും, അപ്പം അത് ഒഴിവാക്കണമെന്നല്ല. നേരെ മറിച്ച് ആ പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഖുർആനും സുന്നത്തിൽ നോക്കിയിട്ട്, ആയത്തും ഹദീസും നോക്കിയിട്ട് വ്യക്തമല്ല അതിന്റെ ഹുക്മ്. അത്തരം സന്ദർഭത്തിലാണ് ആ ചൊറിച്ചിൽ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കേണ്ടത്. ഏതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് ചില മസാലകൾ അത് ഹലാലാണ് എന്നത് വ്യക്തമായിരിക്കും, എന്നാലും നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് യാത്രയിൽ നോമ്പ് മുറിക്കുക എന്നുള്ളത്. യാത്രയിൽ പ്രയാസമുണ്ടെങ്കിൽ നോമ്പ് മുറിക്കലാണ് അഫ്ളൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. യാത്രയിൽ പ്രയാസമുണ്ട് എങ്കിൽ നോമ്പ് മുറിക്കുക ആണ് നല്ലത്. അള്ളാഹുവിന് ഇഷ്ടം നിങ്ങൾ നോമ്പ് മുറിക്കുന്നതാണ് നോമ്പ് മുറിക്കുന്നതിനേക്കാൾ. പക്ഷെ നിങ്ങൾ ആരെങ്കിലും യാത്രയിൽ നോമ്പ് മുറിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ? വളരെ അപൂർവമായിരിക്കും. നമുക്ക് ആർക്കും സമാധാനം ഉണ്ടാവില്ല യാത്രയിൽ നോമ്പ് മുറിക്കാൻ. എങ്ങനെയാ റമദാൻ മാസത്തിൽ പകല് തിന്ന് അത്രയും ക്ഷീണിച്ച് നമ്മൾ തളർന്നു പോകുമ്പോൾ മുറിക്കുക എന്നല്ലാതെ, നമുക്ക് യാത്ര കൊണ്ട് ചെറിയ പ്രയാസമൊന്നും ഉണ്ടായാൽ നമ്മൾ നോമ്പ് മുറിക്കില്ല. അവിടെ നമ്മൾ മനസ്സിൽ ചൊറിച്ചിലാണ്, വലിയ ചൊറിച്ചിലുണ്ടാവും നോമ്പ് മുറിക്കാൻ. റമദാൻ മാസത്തിൽ ഭക്ഷണം കഴിക്കുക പറയുന്നത് വലിയ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അത് നമ്മൾ നോക്കേണ്ടതില്ല, കാരണം അതിന്റെ ദലീൽ വളരെ വ്യക്തമാണ്. ലൈസ മിനൽ ബിർ അസ്സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് പുണ്യമല്ല. അതുപോലെ അങ്ങനെ നോമ്പ് നോറ്റിട്ട് വീണ് കിടക്കുന്ന ആളെ കണ്ടപ്പോൾ ഉലായിക്കൽ ഉസാ, അവരാണ് പാപികൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ക്ഷീണം ഉണ്ടാകുന്ന സമയത്ത്, ക്ഷീണമില്ലെങ്കിൽ നോമ്പ് നോൽക്കാം, പക്ഷെ ക്ഷീണമുണ്ടെങ്കിൽ നോമ്പ് മുറിക്കലാണ് സുന്നത്ത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന. പക്ഷെ നമ്മൾ മുറിക്കൂല. അത്തരം ചൊറിച്ചിലിവിടെ പരിഗണിക്കുകയില്ല. അതുപോലെ പല റുഖ്സകളും, ദീനിൽ ഇളവുള്ള പല കാര്യങ്ങളും ജാഹിലീങ്ങളായ ആളുകൾക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ടാക്കും. ഒരു കാര്യം നമ്മൾ ഹറാം എന്നാണ് വിശ്വസിച്ചിരുന്നത്, പഠിച്ചപ്പോൾ മനസ്സിലായത് ഹറാമല്ല, കറാഹത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഹലാലാണ്. അപ്പോൾ ഹലാലാണെന്ന് മനസ്സിലായാലും നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത് കൊണ്ട് നമുക്ക് മനസ്സിൽ ചൊറിച്ചിലുണ്ടാകും. അതൊന്നും ഇവിടെ പരിഗണിക്കുകയില്ല. നേരെ മറിച്ച് നമുക്ക് തെളിവ് മനസ്സിലാകാത്ത കാര്യങ്ങളിലാണ് ഈ മനസ്സിലെ പ്രയാസം പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഈ ഹദീസിൽ പറഞ്ഞ ഖൽബ് എന്ന് പറയുന്നത് ഈമാനുള്ള ഒരാളുടെ ഖൽബാണ്. അല്ലെ, ഒരാൾ മഹാപാപിയാണെങ്കിലോ അവന് ഒരു തെറ്റിനും ചൊറിച്ചിലുണ്ടാവുകയില്ല, നേരെ തിരിച്ച്. ചിലപ്പോൾ കള്ളു കുടിക്കുമ്പോഴും മനസ്സിൽ വിഷമമൊന്നും തോന്നില്ല. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അഭിപ്രായ വ്യത്യാസമുള്ള മസലകളൊക്കെ നിസ്സാരമായി കാണും, കാരണം അവന്റെ മനസ്സ് മോശമാണ്. അങ്ങനെയുള്ള ഒരു ഖൽബിനെ കുറിച്ചല്ല പറയുന്നത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇക്കാര്യം പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ ജാഹിലിന്റെ മനസ്സ്, അതുമല്ല. എൽമും ദീനുമുള്ള ആളുകളുടെ മനസ്സാണ് അവിടെ പറയുന്നത്. കുറച്ചെങ്കിലും എൽമും അതോടൊപ്പം ഈമാനുമുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഒരു ഹദീസ്, ഒരു അസർ കാണാം. മാ റആഹുൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ, മുസ്ലിമീങ്ങൾ എന്ത് കാര്യമാണോ നല്ലതായി കണ്ടത് അത് അള്ളാന്റെ അടുക്കൽ നല്ലത്. വമാ റആഹുൽ മുസ്ലിമൂന ഖബീഹൻ ഫഹുവ ഇൻദല്ലാഹി ഖബീഹ്, മുസ്ലിങ്ങൾ വൃത്തികെട്ടതായി കാണുന്നതൊക്കെ അള്ളാഹുവിന്റെ അടുക്കലും വൃത്തികേടാണ്. അപ്പോൾ മുസ്ലിമീങ്ങളായ ആൾക്കാർ, മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുള്ള മുസ്ലിം ആരാ? സഹാബത്ത്. സഹാബത്തിന്റെ കാലത്തുള്ള മുസ്ലിമീങ്ങൾ ആരാ? സഹാബത്തും താബീങ്ങളും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, ഈമാനും ദീനുമുള്ള ആളുകൾ, അവര് നല്ലത് എന്ന് പറഞ്ഞാൽ അത് നല്ലതായിരിക്കും. നിബന്ധനയുണ്ട്. അതെന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു, ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചല്ല ഈ പറയുന്നത്. വ്യക്തത ഇല്ലാത്ത കാര്യങ്ങൾ അത് മുസ്ലിമീങ്ങൾക്ക് നല്ലതായി തോന്നിയാൽ, ഈമാനും ദീനുമുള്ള ആളുകൾക്ക് നല്ലതായി തോന്നിയാൽ അത് പുണ്യമായിരിക്കും, അല്ലെങ്കിൽ പാപമായിരിക്കും. ഇനി ഇങ്ങനെ ഒരാൾക്ക് അവന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഖുർആനിലും ഹദീസിലും തെളിവ് ബോധ്യപ്പെടാത്ത ഒരു മസലയിൽ അവന്റെ മനസ്സിൽ ശരിയാണ് എന്ന് തോന്നിയ കാര്യം ചെയ്യാം എന്നാണ് ഇപ്പോൾ ഈ ഹദീസിൽ പറഞ്ഞത്. അതിന് വേറെയും തെളിവുകളുണ്ട്. ഈ ഹദീസ് തെളിവാണ്. അതുപോലെ തന്നെ മറ്റൊരു തെളിവ് ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് ബുഖാരി മുസ്ലിമിനുള്ള ഹദീസ്, ഫിത്രത്തിനെ കുറിച്ചുള്ള ഹദീസ്. കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര,
എല്ലാ മനുഷ്യരുടെ ഉള്ളിലും അള്ളാഹു ഫിത്രത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഫിത്രത്ത് ഉള്ളത് കൊണ്ട് ആണ് നമുക്ക് ഈ തോന്നൽ ഉണ്ടാകുന്നത്. ഒരു നന്മ ചെയ്യുമ്പോൾ അത് നന്മയാണെന്നും ഒരു തിന്മ ചെയ്യുമ്പോൾ മനസ്സിൽ ചൊറിച്ചിലുണ്ടാകുന്നത് ഫിത്രത്ത് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിന് ഈ ഹദീസും തെളിവാണ്. അടുത്ത മസാല, ചില പണ്ഡിതന്മാര് ഈ ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ ഹദീസ് വാബിസ് ഇബ്നു മഅബദ് റളിയല്ലാഹു അൻഹു ഹദീസ്. പക്ഷെ അതേ ആശയം തന്നെ അതിന് മുമ്പ് പറഞ്ഞ നവാസ് ഇബ്നു സമ്മാന്റെ ഹദീസിലും അതുപോലെ തന്നെ ഈ അർബഉൻ നബിയിൽ ഇല്ലാത്ത ചില ഹദീസുകളും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിന്റെ സനദ് ദഈഫാണെന്നുള്ളത് ഒരു പ്രശ്നമല്ല, ഈ ആശയം സഹീഹായിട്ടുള്ളതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ ആശയം അഥവാ മനസ്സിനോട് ഫത്വ ചോദിക്കുക, സ്വന്തം മനസ്സിൽ തോന്നുന്ന കാര്യം ചെയ്യുക എന്നുള്ള ഈ ആശയം, ഈ കാര്യത്തിൽ ആളുകൾ മൂന്ന് സ്വഭാവത്തിലാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും, അവനവന്റെ മനസ്സിൽ തോന്നിയത് എന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അവർക്ക് ശർഈയ ഇൽമു ഉണ്ടാവുകയില്ല. ഒരു മസലയെക്കുറിച്ചും അതിന്റെ തെളിവുകൾ അന്വേഷിക്കുകയോ പഠിക്കുകയോ ചെയ്യുകയില്ല. എന്റെ മനസ്സിൽ ഇതിനോട് വെറുപ്പാണ് തോന്നുന്നത്, തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഞാനത് ചെയ്യുകയില്ല. അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഇത് ശരിയാണെന്നാണ് തോന്നുന്നത്, മനസ്സിലൊരു ചൊറിച്ചിലും തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉലുവിലായിട്ടുള്ള ആളുകളുണ്ട്. ഖുർആനും സുന്നത്തിലും എന്താണ് പറയുന്നത് എന്ന് പരിഗണിക്കാതെ പഠിക്കാതെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഹവ പിന്തുടരുന്ന ആളുകളുണ്ട്. നേരെ മറിച്ച് ഈ വിഷയത്തിൽ ഉലുവിലുള്ള ആളുകളുണ്ട്. നമ്മുടെ മനസ്സിൽ എന്ത് തോന്നിയാലും ശരി, അത് തെളിവല്ല, വ്യക്തമായ ആയത്തും ഹദീസും കിട്ടിയാൽ മാത്രമേ അതിന്റെ പരിഗണിക്കുകയുള്ളൂ. ഒരു കാര്യം ഹറാമെന്ന് പറയണമെങ്കിൽ ആയത്തോ ഹദീസോ വേണം. നമുക്ക് ഹറാമാണ് എന്ന് തെളിവ് കിട്ടിയിട്ടില്ല, മനസ്സിൽ അങ്ങേയറ്റം വെറുപ്പ് തോന്നുന്നുണ്ട് ഈ പ്രവൃത്തിയോട്, പക്ഷെ അത് പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാടിലെ ആളുകളുണ്ട്. അത് രണ്ടും ശരിയല്ല. നേരെ മറിച്ച് ഖുർആനിലും സുന്നത്തിലും ഒരു പ്രവൃത്തിയുടെ വിധി എന്താണെന്ന് പഠിച്ച് അത് വ്യക്തമല്ലെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഈ തീരുമാനം പിന്തുടരുകയാണ് വേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഫത്വ ചോദിച്ചിട്ടുണ്ടാവും, ഒരു ആലിമിനോട് ചോദിച്ചു, പക്ഷേ ആ ആലിമ് പറഞ്ഞത് നമുക്ക് തൃപ്തിയാകുന്നില്ല, മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ നിബന്ധന അവിടെ നമ്മൾ മറക്കരുത്. ഒരു ആലിം നമുക്ക് ഒരു നസ്സ് പറഞ്ഞു, ഒരു ആയത്ത് പറഞ്ഞു, ഇതാ നീ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഈ ആയത്തിലുണ്ട്, ഈ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി പറയാത്തൊരു മസലയാണ്. അത് നമുക്ക് കുറെ ഉലമാക്കൾ ഫത്വ തന്നു, അല്ലെങ്കിൽ കുറെ ആളുകളുടെ ഫത്വ നമ്മൾ വായിച്ചു, പക്ഷെ നമ്മുടെ മനസ്സിൽ തൃപ്തിയാകുന്നില്ല, അതൊരു തെറ്റാണെന്ന് തന്നെയാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആലിമ് പറഞ്ഞത് നമ്മൾ അനുസരിക്കേണ്ടതില്ല. നഫ്സാസ് നമ്മോട് പറയാണ്, ഈ നഫ്സാക്ക് എന്നാസ്, ജനങ്ങളൊക്കെ നിനക്ക് ഫത്വ തന്നാലും ശരി, ഈ ആ ഫത്വ പിന്തുടരേണ്ടതില്ല, ഖൽബക് എന്നാണ് നഫ്സാസ് പറഞ്ഞത്. ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറ്റപ്പെടുത്തും. ചിലപ്പോൾ ഒരു കാര്യം അത് ജായിസ് ആണോ അല്ലേ എന്നൊരാൾ ഫത്വ ചോദിച്ചു, ഒരു ആലിമിനോട് ചോദിച്ചു, അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചു, നമ്മൾ ദീൻ പഠിപ്പിക്കുന്ന ഒരാളാണ്, നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, ഹലാലാണ്. ഈ പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് അത് സമാധാനമാകുന്നില്ല, എനിക്കത് തൃപ്തിയില്ല എന്ന് പറഞ്ഞ് അയാൾ ആ ഫത്വ നിരസിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവൻ ഗുലുവിന്റെ ആളാണെന്ന് പറയാൻ പറ്റുമോ? സാധിക്കുകയില്ല. അവിടെയും നേരത്തെ പറഞ്ഞ നിബന്ധന അടിസ്ഥാനത്തിൽ ഈ കാര്യം, ഈ പ്രവൃത്തി ഹലാലാണ് എന്ന് വ്യക്തമായ ഒരു ആയത്തോ ഹദീസോ ഉണ്ടെങ്കിൽ അത്തരം ഒരു കാര്യം ഉപേക്ഷിച്ചാൽ അത് ഗുലുവാണ്. ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി അനുവദിച്ചൊരു കാര്യം അത് ഹറാമാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ഗുലുവാണ്. അതേ മറിച്ച് വ്യക്തമായ നഫ്സില്ലാത്ത ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതുകൊണ്ട് അയാൾ ഉപേക്ഷിച്ചാൽ അത് അയാൾക്ക് ദീനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസിന്റെ ആശയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീനിൽ ഉപകാരപ്രദമായ ഇൽമും സാലിഹായ അമലുകളും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.